അയ്യേ, ഇതെന്ത് കൂടിയത്? അഴുക്ക് വെള്ളല്ലേ ഇത്? സ്പിരിറ്റിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറും ചേർത്ത് കുപ്പിയിലാക്കുന്ന ഈ സാധനം അമൃതമൊന്നുമല്ല. അതിന്റെ കൂടെ ഐസ് ക്രിസ്റ്റൽ ക്യൂബ്സും സോഡയും ചേർത്താലും ഈ കുളത്തിലെ മെഴുക്കും പാടെയുള്ള വെള്ളം ചേർത്താലും കണക്കാ. ഇതൊരു ചതിയല്ലേടി മോളെ അനുധാരെ. കുറച്ചു നേരത്തേക്ക് ഒരു അബ്നോർമൽ ഫ്ലൈറ്റിൽ കയറിയ ഒരു യാത്ര, ഒരു സഞ്ചാരം, പിന്നെ വീണ്ടും റിയാലിറ്റിയിലേക്ക്. ചുമ്മാ അങ്ങനെ 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 ഒരു ഏർപ്പാട്. നീ കാര്യം പറ മോനെ ദിനേശ. എന്തിനാ എന്നെ തിരക്കി ഇപ്പൊ ഇങ്ങോട്ട് വന്ന? ഐ ആം ഇൻ ട്രബിൾ, ഡീപ് ട്രബിൾ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ വൈകിപ്പോയതിന്റെ പേരിൽ ഒരു ജീവിതം നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് തുറന്നു ചോദിക്കാൻ വന്നാണ് ഞാൻ. Can you help me? Can you save me? എന്റെ വീട്ടിൽ നിന്നും വീട്ടുകാർ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് നടത്താൻ പോകുന്ന കല്യാണത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം. ഇതുവരെ ഓരോ കുസൃതികളെ ഒപ്പിച്ച് ഞാൻ പിടികൊടുക്കാതിരിക്കായിരുന്നു. ഇനി അത് നടക്കും തോന്നില്ല. അവരെല്ലാം സ്ട്രോങ് ആണ്, വളരെ ആഡമന്റ് ആണ്. പല ചാൻസും ഉണ്ടോ പക്ഷേ? ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ ആ ടൈപ്പല്ലെന്ന് എനിക്കറിയാം. കെട്ടിക്കൊള്ളെന്ന് പറഞ്ഞാ മതി. അതിങ്ങോട്ട് കേട്ടാ പിന്നെ ഞാൻ ഫൈറ്റ് ചെയ്ത് നിന്നോളൂ. മതി മതി മതി. നീ എന്നെ ഫിറ്റാക്കി കാര്യം നേടാൻ നോക്കണ്ട. അതൊരു ലാർജ് അല്ലേ ഉള്ളൂ. ചേട്ടന്റെ ബോഡിയുടെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ വെച്ച് ഇത്രയും വേണ്ടേ? നീ ഇത് എത്രാമത്തെ തവണയാടി എന്നെ കാണുന്നത്? ദീർഘകാലത്തെ പഴക്കൊന്നുമില്ല. എന്തിനാശാനെ നിങ്ങളെയും ഗുരുവായൂരപ്പനും ഒക്കെ ഒറ്റ തവണ കണ്ടാ പോരെ? ഹൃദയത്തിനുള്ളിൽ അങ്ങ് കാറും ഇത് കേറുകയല്ലേ ഈ തിരുമുഖം. എടീ പന്ന കഴിവറുടെ മോളെ. എന്തോ? നീ എന്ത് കണ്ടിട്ടൊരുമ്പെട്ടിറങ്ങി പുറപ്പെട്ടതാടി? അന്ന് വീട്ടിൽ വെച്ച് മൂപ്പിൽനായിട്ട് മുഖത്ത് നോക്കി ഒരമരം കാച്ചില്ലേ, അന്ന് ഞാൻ വീണതാ. പിന്നെ പോയി തപ്പി ഏട്ടന്റെ കോളേജ് മാഗസിൻസ്. അതിലങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. ജയിലിലും കിടന്നിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധി കിടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആരെയും ബിയർ ബോട്ടിൽ പൊട്ടി ചകത്ത് കയറ്റി തകത്തായതല്ല. ആ കഥയും കേട്ടു, അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും. ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും, ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ഡെഡ്ലി ടാലന്റഡ് ബ്യൂറോക്രാറ്റിന്റെ വേഷത്തിൽ. ഏയ് കുഞ്ചുണ്ണൂലി, നീ കൊള്ളാലോടി. കയ്യിൽ നിന്ന് വഴുതി വീണ് പൊട്ടിപ്പോയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ഓർത്ത് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ആരും എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പാമ്പർ ചെയ്തിട്ടില്ല. നിനക്കൊരു ചാൻസ് നോക്കാവുന്നതാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, സത്യാണോ? ധൈര്യം ഉണ്ടോടി നിനക്ക് ഈ അവതാരത്തിനെ ആവാഹിക്കാൻ? ഞാൻ കട്ടയ്ക്ക് കൂടെ പിടിച്ചോളാവേ. എങ്കി വാ. Now you are in deep trouble.